ബിഗ് ബോസ് മലയാളം സീസൺ 8 കുറിച്ചുള്ള ചർച്ചകളും പ്രവചനങ്ങളും സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കെ താൻ ഷോയിൽ പങ്കെടുക്കുമെന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് കൊറിയൻ മല്ലു എന്നറിയപ്പെടുന്ന ഡോക്ടർ സനോജ് റെജിനാൾഡ് രംഗത്ത്. ബിഗ് ബോസ് എന്നത് തന്റെ ഭാവി പ്ലാനുകളിൽ ഒരിടത്തും ഇല്ലെന്നും ഷോയിൽ പങ്കെടുക്കുന്നതിനേക്കാൾ വലിയ ജീവിത ലക്ഷ്യങ്ങൾ തനിക്കുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബിഗ് ബോസ് മലയാളം സീസൺ 7 സമാപനത്തിന് പിന്നാലെ തന്നെ പ്രേക്ഷകർ പുതിയ സീസണിനായുള്ള കാത്തിരിപ്പിലായിരുന്നു. ഇതിനോടകം തന്നെ ഷോയുടെ ഔദ്യോഗിക പ്രഖ്യാപനവും അവതാരകനായ മോഹൻലാൽ മുഖേന നടക്കുകയും സാധാരണക്കാർക്കുള്ള അഗ്നിപരീക്ഷ അപേക്ഷാ സമർപ്പണം പൂർത്തിയാകുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ അടുത്ത സീസണിൽ പങ്കെടുക്കാൻ സാധ്യതയുള്ള മത്സരാർത്ഥികളുടെ പട്ടിക തയ്യാറാക്കുന്ന തിരക്കിലാണ് സോഷ്യൽ മീഡിയ റിവ്യൂവർമാർ. ഇത്തരം പ്രവചന ലിസ്റ്റുകളിൽ പലപ്പോഴും കടന്നു വരുന്ന പേരാണ് ഡോക്ടർ സനോജ് റെജിനാൾഡിൻ്റെത്. ഈ അഭ്യൂഹങ്ങളോടും സോഷ്യൽ മീഡിയയിലെ ചർച്ചകളോടും പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. താൻ ഷോയിൽ പോകുമെന്ന് പലരും ഉറപ്പിച്ച് പറയുന്നതും മെസ്സേജുകൾ അയക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും എന്നാൽ ഇതെല്ലാം വെറും ഊഹാപോഹങ്ങൾ മാത്രമാണെന്നും സനോജ് വ്യക്തമാക്കി. സോഷ്യൽ മീഡിയയിൽ സജീവമാണെന്ന് കരുതി ബിഗ് ബോസിലേക്ക് പോകാൻ താല്പര്യമുണ്ടെന്ന് അർത്ഥമില്ലെന്ന് സനോജ് ചൂണ്ടിക്കാട്ടി. അദ്ദേഹം തന്നെ നിലപാട് വ്യക്തമാക്കിയത് ഇങ്ങനെയാണ്: ചിലർ ചെയ്യുന്നത് പ്രശസ്തിക്ക് വേണ്ടിയാണ്, എന്നാൽ ഞാൻ എന്നോട് സത്യസന്ധനാണ്. എൻ്റെ ജീവിതത്തിൽ ഒരു ഹൗസിൽ കയറുന്നതിനേക്കാൾ വലിയ ലക്ഷ്യങ്ങളുണ്ട്. ദക്ഷിണ കൊറിയയിൽ ശാസ്ത്രജ്ഞനായും ഇൻവൈറ്റഡ് പ്രൊഫസറായും പ്രവർത്തിക്കുന്ന സനോജ് താൻ തൻ്റെ സമയവും ഊർജവും ചെലവഴിക്കുന്നത് തൻ്റെ സ്വപ്നങ്ങളിലേക്കും ഭാവിയിലേക്കും വേണ്ടിയാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. തൻ്റെ പേര് സ്നേഹത്തോടെ ചർച്ച ചെയ്യുന്ന ആരാധകരോട് നന്ദി അറിയിച്ച അദ്ദേഹം, എന്നാൽ എൻ്റെ വഴി താൻ തന്നെ തീരുമാനിക്കുമെന്നും ആ വഴിയിൽ ബിഗ് ബോസ് ഇല്ലെന്നും ഉറപ്പിച്ചു പറഞ്ഞു. സനോജിന്റെ ഈ തീരുമാനം പല ആരാധകർക്കും നിരാശ നൽകിയെങ്കിലും അദ്ദേഹത്തിന്റെ വ്യക്തമായ ലക്ഷ്യബോധത്തെ അഭിനന്ദിക്കുന്നവരും ഏറെയാണ്. ഒരു സെലിബ്രിറ്റി എന്നതിലുപരി ഒരു ശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പിന്തുണ നൽകാനാണ് ആരാധകരും ആഗ്രഹിക്കുന്നത്. ഒരു റിയാലിറ്റി ഷോയിലെ പങ്കാളിത്തത്തെക്കാൾ ഉപരി അക്കാദമിക് മേഖലയിലും ശാസ്ത്രീയമായ മേഖലയിലും ഉയരങ്ങൾ കീഴടക്കാനാണ് കൊറിയൻ മല്ലു ലക്ഷ്യമിടുന്നത്. പ്രശസ്തിക്ക് പിന്നാലെ പോകാതെ സ്വന്തം ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അദ്ദേഹത്തിന്റെ നിലപാട് സോഷ്യൽ മീഡിയയിലെ പലർക്കും ഒരു പ്രചോദനമാണ്. എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ 8 മത്സരാർത്ഥികളുടെ അന്തിമ പട്ടിക പുറത്തു വരുന്നത് വരെ ഇത്തരം ചർച്ചകൾ ഇനിയും തുടരുമെന്ന് ഉറപ്പാണ്.